എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തെ നമ്മൾ കാണുന്ന കമലയുടെ മറ്റൊരു മുഖമാണ്. ഇത്രയും നാൾ കണ്ട കമലയല്ല, ഇനിയിപ്പൊ കമലയൊന്ന് അപ്ഡേറ്റ് ആവുകയാണ്. അപ്പൊ സമനില തെറ്റിയ പോലെ കമല പെരുമാറുവാണ് ചാരങ്ങാട്ട് വീട്ടില്. അങ്ങനെ നാളെ ശേഖരനെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട്. അതിന്റെ കുറച്ച് നല്ല വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇത്രയും കാലം കമല ഇങ്ങനെ ശേഖറും തങ്കച്ചിക്ക് എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ശേഖർ തല്ലിയാലും അതെല്ലാം കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടത് തങ്കച്ചിയുടെ നേർക്ക് കയർത്ത് സംസാരിക്കുന്ന കമലയുടെ മറ്റൊരു മുഖം കണ്ട് തങ്കച്ചി വരെ ഭയന്നു പോകുന്നുണ്ട്. തങ്കച്ചി ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഒരു ക്യാരക്ടറായിരുന്നു കമലയ്ക്ക് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പൊ അതുപോലെ തന്നെ വീണ്ടും വരുന്ന ദിവസങ്ങളിലെല്ലാം കമല പുതിയ പുതിയ ഓരോ മുഖങ്ങളായിട്ടായിരിക്കും ഓരോ ദിവസം വരുന്നത്. അപ്പൊ കമലയുടെ ഈ പ്രവൃത്തിയെല്ലാം കണ്ട് ഞെട്ടിത്തെറിച്ചിരിക്കുന്ന ശേഖരനെയും തങ്കച്ചിനെയൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഗൗരിക്കാണെങ്കിൽ വല്ലാത്തൊരു സങ്കടമൊക്കെ ആയിരുന്നു. ഇന്ന് ഡാൻസ് പ്രാക്ടീസിന് പോയ സമയത്തും മനസ്സിലെ ടെൻഷൻ അങ്ങ് ഒഴിയുന്നുണ്ടായിരുന്നില്ല. ആദർശനെ കുറിച്ചുള്ള ടെൻഷനാ. ആദർശാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഒരുപക്ഷെ ധ്രുവനായിരിക്കും. ധ്രുവനാണെങ്കിൽ ധ്രുവനെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇനിയിപ്പം ശങ്കർ വിശ്വസിക്കാൻ പോകുന്നില്ല. ധ്രുവൻ ജീവിച്ചിരിപ്പേണ്ടത് എങ്ങനെ ശങ്കറിനെ വിശ്വസിപ്പിച്ചേ പറ്റുള്ളൂ. എങ്കില് താൻ മനസ്സ് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ താൻ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ആദർശനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ധ്രുവനാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഗൗരി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ്. ഈ സമയത്ത് വേണി ആദർശനെ കൊണ്ട് പുറത്തെ പുൽത്തടിയിലേക്ക് വന്നു. കാരണം എത്ര സമയം എന്ന് വെച്ചാൽ അകത്ത് തന്നെ ഇരിക്കുന്നേ. അങ്ങനെ വീൽചെയറിൽ ഉരുട്ടി പുൽത്തടിയിലേക്ക് വന്നു. അപ്പൊ ആദർശന് പുറലോകമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോ ഒരു സന്തോഷമൊക്കെ ഒന്നുണ്ട്. ഇത്രയും ദിവസം അകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വേണി തന്നെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന കണ്ടിട്ട് ആദർശന് വല്ലാത്ത ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം അവളുടെ നല്ല പ്രായമാണ്. അവളിപ്പോ അടിച്ചു പൊളിച്ച് ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ട ആ സമയത്താണ് വീൽചെയറിലിരിക്കുന്ന തന്നെ നോക്കിക്കൊണ്ട് അവളിങ്ങനെ ഇരിക്കുന്നത്. ആദർശനെ സംബന്ധിച്ചോളം അത് വല്ലാത്തൊരു വേദന തന്നെയായിരുന്നു. വേണി ഇങ്ങനെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ ചോദിച്ചു, അല്ല വേണി, നിനക്ക് സ്വപ്നങ്ങളൊന്നും ഇല്ലേന്ന് ചോദിക്കണം. സ്വപ്നങ്ങളോ? സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാം. അതെന്താ ഇപ്പോഴില്ലാത്ത? ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നറിയാവോ? ആദർശേട്ടനെ എഴുന്നേറ്റ് നടക്കണം. അത് മാത്രം എന്റെ സ്വപ്നം എന്ന് പറയാം. അല്ല വേണി, നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഓടിച്ചാടി ഭർത്താക്കന്മാരോടൊപ്പം സന്തോഷിച്ച് നടക്കണ കാണുമ്പോൾ നിനക്ക് അവരോടൊക്കെ അസൂയ തോന്നാറില്ലെന്ന് ചോദിക്കണം. എനിക്കെന്തിനാ അസൂയ തോന്നണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ആദർശേണ്ണന് എന്റെ അടുത്തുള്ളിടത്തോളം സന്തോഷം എനിക്ക് വേറെ ഒരിടത്തും ചെന്നാൽ കിട്ടത്തില്ല. എന്റെ ആദർശേണ്ണ എന്റെ ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശേണ്ണനെ എഴുന്നേൽപ്പിച്ച് നടക്കണം. അല്ലാതെ അതിനപ്പുറം എനിക്ക് വേറെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നില്ലേ, ഇനിയും ഞാൻ കാത്തിരിക്കും എന്റെ ആദർശേണ്ണന് വേണ്ടിയിട്ട്. എന്റെ മരണം വരെ ഞാൻ കാത്തിരിക്കുന്നു പറയാം. പെട്ടെന്ന് ആദർശ കൈ ഇങ്ങ് നീട്ടി കഴിയുമ്പത്തേനും വേണി ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും വേണിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. വേണിക്ക് അത് മാത്രം മതിയായിരുന്നു. ആദർശന്റെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആദർശ് തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി. വേണിക്ക് വേറൊന്നും വേണ്ട. വേറെ എന്തോ ആഗ്രഹത്തിനപ്പുറം ആ മനസ്സുകൾ തമ്മിൽ അടുപ്പമാണ് ഏറ്റവും വലുത്. ആ വീൽ ചെയറിൽ ഇരുന്നിട്ടും ആദർശ് വേണിയെ മനസ്സിലാക്കുമായിരുന്നു. കാരണം താൻ ഈ വന്ന സമയത്താണ് ഇവളെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇത്രയും കാലം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ അവസരം ഉണ്ടായിട്ട് പോലും അങ്ങനെ ജീവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ്ട് വീൽ ചെയർ ആയി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ആ വേദനകളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാകുന്നേ. ആദർശന് അതിൽ വല്ലാത്തൊരു കുറ്റബോധമൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. പക്ഷെ വേണി ഭയങ്കര കൂളായിട്ടാണ് ആദർശിന്റെ മുന്നിൽ അഭിനയിച്ചത്. വേണിക്കറിയാം തന്റെ മനസ്സൊന്ന് വിങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദർശന്റെ മുന്നിൽ താനൊന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശന് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ആദർശനെ ഈ വീൽ ചെയറിൽ നിന്ന് ഏൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല മരുന്നെന്ന് പറഞ്ഞാൽ അത് ആദർശന്റെ മനസ്സിന് മാക്സിമം സന്തോഷം കൊടുക്കുക. ഇതൊന്നും ഒരു പ്രശ്നമല്ല, തനിക്കിതൊക്കെ സാധിക്കും, തനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിൽ ഉറച്ച തീരുമാനം എടുത്താൽ മാത്രം ആദർശനെ ഇനി എഴുന്നേൽപ്പിച്ച് നടത്താൻ പറ്റുള്ളൂ എന്ന് വേണിക്കറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് വേണി മാക്സിമം അത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് നന്ദിനി അമ്മയ്ക്കും പ്രൊഫസർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിലെ ചിന്ത വേണി പ്രഗ്നന്റ് ആണല്ലോ, ആ സമയത്ത് അവൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന ഓർത്തിട്ടാ. പക്ഷെ വേണിക്കും ആദർശനും മാത്രമേ അറിയത്തുള്ളൂ വേണി പ്രഗ്നന്റ് അല്ല എന്നുള്ള സത്യം. പക്ഷെ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെല്ലാം എങ്ങനെ എടുക്കും എന്നോർത്ത് വേണി അതിനെക്കുറിച്ച് പറയാനും പോയില്ല. അധികം വൈകാതെ തന്നെ പറയണം. കാരണം ഓരോ ദിവസം വയറ് വളർന്നുകൊണ്ടിരിക്കേണ്ടതാണ്. ഇപ്പൊ ഈ ആദർശന്റെ കാര്യത്തിന് ടെൻഷനൊക്കെ ആയതുകൊണ്ടാണ് ആരും അതിനെക്കുറിച്ച് അധികം ടെൻഷൻ അടിക്കാത്തത്. പക്ഷെ ഇനി വരുന്ന ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കില്ലെന്ന് വേണിക്ക് ആദർശനം നന്നായിട്ട് അറിയുകയും ചെയ്യായിരുന്നു. അപ്പൊ വേണി അതിനെക്കുറിച്ച് ആദർശനോട് പറയുകയും ചെയ്തു. പക്ഷെ ആദർശ് പറഞ്ഞു, നമ്മൾ എങ്ങനെയാ വേണി അതിനെക്കുറിച്ച് പറയണേ? ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അല്ലെങ്കിൽ തന്നെ
വല്ലാത്തൊരു ടെൻഷനാണ് വീട്ടുകാരെ. പിന്നെ ഈ കാര്യം കൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് വേണ്ട, ഒരു ഷോക്ക് കൂടെ അവർക്ക് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ലെന്ന് പറയണം. നമ്മൾ ആ സമയത്ത് നമ്മുടെ പൊട്ടബുദ്ധിക്ക് അങ്ങനെ പറഞ്ഞു പോയതാ. പക്ഷെ ഇപ്പോഴാണ്ടേ അതിനേക്കാളും വലിയ പ്രശ്നമായി മാറിയേക്കുക. വേണിക്കും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നീട് ഗൗരി ശങ്കർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് താഴെ നിന്നൊരു നിലവിളി ശബ്ദം കേട്ട് ശേഖരന്റെ. പെട്ടെന്ന് അത് ശങ്കർ പറഞ്ഞു, അല്ല അത് ശേഖരന്റെ പോലെയാന്ന് തോന്നുന്നല്ലോ എന്ന് പറയാണ്. ഗൗരി ശങ്കറോട് പെട്ടെന്ന് താഴേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ശേഖരന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് കമല നിൽക്കുന്നതാണ്. നിന്നെ ഞാൻ കൊല്ലൂടാ പന്നിന്നും പറഞ്ഞുകൊണ്ട് കഴുത്തെ കത്തി വെച്ചുകൊണ്ട് പെട്ടെന്ന് ഗൗരി അങ്ങ് ഓടി ചെല്ലുവാണ്. ഗൗരി അടുത്ത് വരലെന്ന് പറയാണ്. പക്ഷെ ഗൗരി ഒന്നും മൈൻഡ് ചെയ്യില്ല. ഓടിപ്പോയിട്ട് കമലയുടെ ഇങ്ങനെ പിടിച്ചു മാറ്റുകയാണ് ഇങ്ങോട്ട്. ഇതെന്താ കമലടുത്ത്, ഇതെന്താ കാണിക്കണേന്ന് ചോദിക്കണം. ഇവനുണ്ടല്ലോ, ഇവൻ എന്റെ ജീവിതം തകർത്തവനാ, ഇവനിനി ജീവിച്ചു കൂടാന്ന് പറയാണ്. പെട്ടെന്ന് എന്താ സംഭവം എന്ന് പോലും മനസ്സിലായില്ല. കമലയുടെ ഈ ഭാവമാറ്റം ശേഖർ പോലും ഭയന്നുപോയി. കാരണം ശേഖറിന്റെ അടുത്ത് തങ്കച്ചി വന്ന് പറഞ്ഞായിരുന്നു, കമലയ്ക്ക് എന്തോ ഭാവവ്യത്യാസമുണ്ട്, നീ അവൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം, അവൾക്ക് ഇത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട്, എന്നെ വരെ അവൻ വെല്ലുവിളിച്ചെന്ന് അവള്. പക്ഷെ ശേഖർ ഒരു കാരണവശാലും ഇത്ര ഒരു കാര്യം പ്രതീക്ഷിച്ച കാര്യമല്ല. ശേഖർ അന്തം വിട്ടു പോവാണ്. കാരണം കമല ഉറഞ്ഞു തുള്ളി നിൽക്കുവാണ്. ശേഖറിന്റെ ആ ഡാൻസ് പെർഫോമൻസ് ഒക്കെ അങ്ങോട്ട് മാറി. ശേഖറാണെങ്കിൽ നല്ലൊരു റീൽസ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല മൂഡിലൊക്കെ ആയിരുന്നു. പക്ഷെ എല്ലാ മൂഡ് ശേഖരന്റെ അങ്ങോട്ട് പോയി. കമലയുടെ ഈ ഒറ്റ പെർഫോമൻസ് കൊണ്ട് കഴുത്തി വെച്ച് കത്തി വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി നിൽക്കുന്ന പിന്നെ എന്തേലും ചെയ്യാൻ പറ്റുമോ ശേഖരന്? പെട്ടെന്ന് കമലേനെയും പിടിച്ച് വലിച്ചുകൊണ്ട് മുറിയിലേക്ക് കൊണ്ടുപോവാണ് ഗൗരി. ഈ സമയം ശങ്കർ ചോദിച്ചു, എന്താ ശേഖരട്ടെ, എന്താ സംഭവിച്ചെന്ന് ചോദിക്കണം. എന്താ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല, ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് അവള് കത്തിയായിട്ട് എൻ്റെ അടുത്തേക്ക് വരുവാ ചെയ്തേ, എന്തൊക്കെയോ പൊലമൊന്നുണ്ടായിരുന്നു പറയണം. ഒരു അപകട ശങ്കറിന് മടുത്തു. ഒരു പക്ഷെ കമലടുത്തിട്ട് ഇനിയിപ്പോൾ സമനില തെറ്റിപ്പോയോ, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ മുറിയിലേക്ക് ഗൗരി കമലേനും കൂടി ഇരുന്നു. കമലേനെ എന്താ കമലെടുത്തി, എന്തായി കാണിച്ചെന്ന് ചോദിക്കണം. അപ്പോഴും കത്തി കയ്യിലുണ്ട്. പെട്ടെന്ന് ഗൗരിനെ കെട്ടിപ്പിടിക്കുകയാണ് കമല. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ചെവികൾക്കുള്ളിൽ എപ്പോഴും കുഞ്ഞുങ്ങളുടെ കരച്ചില, ഒന്നും രണ്ടും അല്ല 5 കുഞ്ഞുങ്ങളുടെ കരച്ചില എൻ്റെ ചെവി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോഴത്തേന് എനിക്ക് അവനെ കൊല്ലാനാ തോന്നണേന്ന് പറയാം. അല്ല, ആരെക്കുറിച്ചാ കമലെടുത്തി പറയുന്നത്? അവനില്ലേ എൻ്റെ ഭർത്താവെന്ന് പറയുന്ന അവൻ, ആ ശേഖർ, അവനെ കൊല്ലാൻ തോന്നുവെന്ന് പറയണം. പെട്ടെന്ന് ഗൗരിക്ക് അപകടം എടുത്തു. കമലാടത്തിക്ക് എന്തോ സാരമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. കമലാടത്തി ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി കമലേനെ പിടിച്ച് അവിടെ ഇരുത്തുവാണ്. അങ്ങനെ പതിയെ ആശ്വസിപ്പിക്കുകയാണ്. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇല്ല ഗൗരി, എൻ്റെ മനസ്സിൽ പല കാര്യങ്ങളുണ്ട്. എനിക്ക് അവനെ കൊല്ലണം. അവനെ മാത്രമല്ല, ആ തങ്കച്ചി എന്ന് പറയുന്ന അവളുണ്ടല്ലോ, അവളെ ഞാൻ ശരിയാക്കും അധികം വൈകാതെ തന്നെ. ഈ കമലയാ പറയണേന്ന് പറയാം. ഗൗരിക്ക് മനസ്സിലായി ഇത് ചെറിയ കാര്യമൊന്നുമല്ല. കമലയുടെ മനസ്സിനെ നിയന്ത്രണം വിട്ടുപോയിരിക്കുന്നു. കാരണം ഇത്രയും കാലം അനുഭവിച്ച ആ പ്രഷറെല്ലാം ഒരുമിച്ച് പുറത്തിയാടിയിരിക്കുകയാണ്. അപ്പൊ എന്തോ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ശങ്കർ അങ്ങോട്ട് വന്നു. ശങ്കർ വെച്ച്, എന്താ ഗൗരി, കമലടുത്തേക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നത്. ഒന്നുമില്ല ശങ്കർ എന്ന് പറയണം. അങ്ങനെ ഒരു വിധത്തിൽ കമലേനെ ആശ്വസിപ്പിച്ച് അവിടെ ഇരുത്തി കത്തിയൊക്കെ വാങ്ങിക്കൊണ്ട് ഗൗരി പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് ശങ്കർ ചോദിച്ചു, എന്താ പറ്റിയത്? എനിക്കറിയത്തില്ല. പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയും. എനിക്ക് തോന്നുന്നേ കമലയുടെ മനസ്സിന് നിയന്ത്രണം പതുക്കെ തെറ്റാൻ തുടങ്ങിയിട്ടുണ്ടോ സംശയമുണ്ട്. ഇനി പറയാൻ പറ്റില്ല ഇനി എന്താ സംഭവിക്കുന്നതെന്നോ. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇങ്ങനെയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ നല്ലതെന്ന് പറയും. ശങ്കർ അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം കമലയിടത്തിന് ഇനിയിപ്പം പുതിയൊരു മുഖമാണോ, ഒരടവാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഗൗരി പറഞ്ഞു, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കമലയിടത്തേക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഈ സമയം ഗൗരിയുടെ ഉള്ളിലൊരു ചിന്തയും കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് കിട്ടേണ്ട ഷെയറിന് കിട്ടേണ്ട തന്നെയാ. 2 എണ്ണത്തിന്റെ കുറവുണ്ടായിരുന്നു. കാരണം 1ഉം 2ഉം അല്ല, 5 കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കി കളഞ്ഞ്. അപ്പോൾ ഒരു സ്ത്രീക്ക് അത് ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതിന് കിട്ടേണ്ടത് തന്നെ കിട്ടണം. ഇപ്പോഴോ വേറെ കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ ഓടി നടക്കുവാണ് കമല, ഡിവോഴ്സ് ചെയ്തിട്ട്. അപ്പൊ അതൊക്കെ കമലയുടെ ഉള്ളിൽ കിടക്കുമല്ലേ. അപ്പൊ അതൊക്കെ ഗൗരിയുടെ ഉള്ളിലും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം നാളെ എന്നല്ല, കുറെ ദിവസത്തേന് നമ്മൾ കമലയുടെ പ്രകടനം ഇനി കാണാൻ പോകുന്നത്. ആ പ്രകടനങ്ങൾ കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.